അങ്ങനെ നമ്മുടെ വാരണാസി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ടാട്ടോ. അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ ആദിത്യമേനോനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ അസീഘട്ടിലേക്കാണ് പോകുന്നത്. അസീഘട്ട് പോയിട്ട് അവിടുന്ന് ബോട്ട് റെൻറ്റിനെടുത്തിട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ നിന്ന് നേരെ റൂമിൽ നിന്ന് നേരെ അസീഘട്ടിലേക്ക് എത്തി. അപ്പോൾ ഇവിടുത്തെ ആരതിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. അപ്പം നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ. ചെറിയൊരു ടൈപ്പ് കോടയുണ്ട്, കാരണം വെച്ചാൽ നല്ല വേനൽക്കാലമാണ്, എന്നാലും ചെറിയൊരു ടൈപ്പ് കോടയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഗംഗയിൽ നല്ല രീതിക്ക് നല്ലൊരു ചെറിയൊരു കോട വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ സെപ്പറേറ്റ് ഒരു സിംഗിൾ ബോട്ടാണ് എടുത്തത്. ഏകദേശം 2,900 രൂപ കൊടുത്തിട്ട് നമ്മളൊരു ബോട്ട് എടുത്തു. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ കുറേ ആൾക്കാർ കയറുന്ന ബോട്ടാകുമ്പോൾ നമുക്ക് 100 രൂപ കൊടുത്താൽ മതി ഒരാൾക്ക്. പക്ഷേ അതിലെന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പോകാൻ പറ്റില്ല. കുറേ ആൾക്കാരുണ്ടായിട്ട് തോന്നിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടന്ന് കളിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ട് വേണമെങ്കിൽ അത് ചെയ്യാം, നമുക്ക് വേണ്ട പോലെ നമുക്ക് അവിടെ നടന്ന് ഇവിടെ നടന്ന് ബോട്ടിലിങ്ങനെ നടന്ന് കളിക്കാം, എല്ലാം ചെയ്യാം. അപ്പം എല്ലാ തരത്തിലുള്ള പ്രൈവസി നമുക്ക് ബോട്ട് കിട്ടും, നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ട് എടുത്തത്. നല്ല രീതിക്ക് ബാർഗെയിൻ ചെയ്താൽ ഇതേപോലെ 2,900 2,500 കിട്ടും. നോർമലി റേറ്റ് വരുന്നത് 4 രൂപ 5 രൂപ 6 രൂപയൊക്കെ വാങ്ങിക്കും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അത്യാവശ്യം പോയി ബാർഗെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാശി മുഴുവൻ നല്ല അടിപൊളിയായിട്ട് വ്യൂ ചെയ്ത് കാണുക, നല്ല വൈഡ് വ്യൂവിൽ ചെയ്ത് കാണുക എന്നാണ് നമ്മളെ ആഗ്രഹം. അങ്ങനെ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്താട്ടോ ശവം സംസ്കരിക്കുന്നത്. ഈ കാശിയിൽ 2 സ്ഥലത്താണ് ശവം സംസ്കരിക്കുക. ഒന്ന് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തും പിന്നൊന്ന് മണികർണിക ഘാട്ടിലാണ്. ഈ 2 സ്ഥലത്താണ് കാശിയിൽ ശവസംസ്കാരം നടക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലൊക്കേഷൻ നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്ത് പോകുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാശി നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് രാവിലെ ആയതുകൊണ്ട് തന്നെ കാശിയിൽ നമ്മളെ ഈ ആരതി നടക്കുന്ന ഓരോ സ്പോട്ടുണ്ട്, അവിടെയൊക്കെ തിരക്കിങ്ങനെ ഒഴിഞ്ഞു പോകുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗംഗയുടെ സെൻറ്റർ ഭാഗത്തൂടെ കേട്ടോ. നമുക്കെന്താ വെച്ചാൽ ആദ്യം തന്നെ സെൻറ്റർ ഭാഗത്തൂടെ പോയിട്ട് ഗംഗയിൽ കൂടെ പോയിട്ട് നമുക്ക് കാശി മുഴുവൻ നല്ല വൈഡ് വ്യൂവിൽ കാണിച്ചു തരും. പിന്നെ നമ്മൾ റിട്ടേൺ വരുമ്പോൾ നമുക്ക് കരയോട് അടുപ്പിച്ച് അടുത്ത് കൂടെ വന്നിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പം നമ്മൾ നേരെ ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളം പോകാനുണ്ട്. അത്രത്തോളം വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കാശി. അപ്പം നമ്മൾ നല്ല രീതിക്ക് നല്ല വൈഡ് വ്യൂ കണ്ടുപോകുക. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ നടന്ന് കണ്ടിരുന്ന സ്ഥലം ഇന്ന് നമ്മൾ നല്ല രീതിക്ക് വൈഡായിട്ട് കാണുന്നതും രണ്ടും 2 എക്സ്പീരിയൻസ് ആട്ടോ. സത്യം പറഞ്ഞാൽ കാശി പോയി കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് യാത്ര ചെയ്ത് കാശി കാണും വേണം, ആ കാശിയിലൂടെ നടന്ന് ആ കാശി കാണും വേണം. എന്നാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് കണ്ട സ്ഥലം നമ്മൾ ബോട്ടിൽ കാണുമ്പം വേറെ തന്നെ ഒരു ഫീലായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ കാണുന്നത് കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ ഈ ഗംഗയിലേക്കുള്ളൊരു ഭാഗമാട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെയാണ് മണികർണിക ഘാട്ട് വരുന്നത്. അവിടെ ശവം സംസ്കരിക്കുന്ന മെയിൻ ഒരു സ്പോട്ടാണ് മണികർണിക ഘാട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ അവിടെ വന്നപ്പോൾ നമ്മൾ അവിടെ നടന്ന് അവിടെ ഇറങ്ങി കണ്ടതാണ് ആ ഭാഗമൊക്കെ ആട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ ആ ഭാഗമൊക്കെ നല്ല ഫുൾ വ്യൂവിൽ നമുക്ക് ഗംഗയിൽ നിന്നിട്ട് ഫുൾ വ്യൂവിൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നല്ല രീതിക്ക് കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഏകദേശം ഇവിടുന്ന് 10-12 കിലോമീറ്ററോളം നമുക്ക് ആ കാശി മുഴുവൻ കാണണം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് ഇങ്ങനെ കണ്ട് നമ്മൾ കൺകുളിർക്കെ കാശി ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം പുരാതനമായിട്ടുള്ളൊരു പള്ളി ഉണ്ട് കേട്ടോ കാശിയിൽ. നമ്മൾ പോയ ദിവസം എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വെള്ളയൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ നിൽക്കുന്നുണ്ട്. ഇത് അവിടെ തന്നെ ഒരു ഹോട്ടലാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടലെന്ന് പറയാം കാശിയിലുള്ള. പിന്നെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ചിത്രം വരച്ച ആ ഒരു ഏരിയ കേട്ടോ. അടിപൊളിയായിട്ട് ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വരുമ്പോൾ അത് കൂടെയൊക്കെ വരാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഗംഗയുടെ സെൻറ്ററിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൂരെ കാണുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ എത്തേണ്ടത്, ആ ബ്രിഡ്ജിൻ്റെ അവിടെ. അപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഓരോരോ പോസൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്നും നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ഓരോ പോസൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഒരു റെയിൽവേ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഈ കാശിയുടെ ഒരു എൻഡ് ഭാഗം, മീൻസ് കാശി ആ ഒരു ഘാട്ടുകളുടെ അവസാനം അവിടെയാണ്. അപ്പം ആ ഒരു എൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആർദ്ര അവിടെ ഇങ്ങനെ ഓരോന്നും എന്താ പറയുക അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഓരോ വീഡിയോ റീലിന് വേണ്ടിയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വ്യൂ ആട്ടോ, സത്യം പറഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ നല്ല വേനൽക്കാണ് പോയതെങ്കിലും അധികം എന്താ പറയുക ചൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തണുപ്പായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഓവർ തണുപ്പ് കാലത്ത് പോകരുത്, നല്ല കോച്ചുന്ന തണുപ്പായിരിക്കും. നമ്മൾ പോയത് വേനൽക്കാലത്തായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റായിട്ട് തോന്നി. പിന്നെ നമ്മളിതാ ആ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വലിയൊരു ബ്രിഡ്ജാണ്, കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്താൻ നേരത്ത് നല്ലൊരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് നമ്മളെ വാരണാസി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പം നമുക്ക് ഇനിയിപ്പം എന്താ പറയുക, നമ്മുടെ ഈ കാശിയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ട്രെയിനിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് 10-15 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ബോട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയത്. ഈ കൈ കൂപ്പി നിൽക്കുന്ന ആ ഒരു സ്തൂപത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ട്രെയിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് എത്തുന്നുള്ളൂ. അങ്ങനെ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ ഒരു സ്റ്റാച്ചു, ആ ഒരു കൈയിൻ്റെ ആ ഒരു ഇത് വരുന്ന സ്റ്റാച്ചുവിൻ്റെ അവിടെയാണ് ഘാട്ടുകളുടെ അവസാനം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തെത്തി. അവിടുന്ന് ബോട്ട് നേരെ കരയുടെ അടുത്ത് കൂടെയാണ് ഞങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇനി അടുത്തു കൂടെ കണ്ടു പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് ഈ കരയോട് അടുത്തേക്ക് ചേർന്ന് നമ്മളിങ്ങനെ കണ്ടു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് കാശി കുറച്ചുകൂടെ അടുത്തുനിന്ന് നല്ല രീതിക്ക് കാണാം. സത്യം പറഞ്ഞാൽ നമ്മളിതൊന്നും പ്ലാൻ ചെയ്ത് പോയതല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് അങ്ങനെ പോവാം ഇങ്ങനെ പോകാമെന്നുള്ളത് ഫുൾ അങ്ങനെ പ്ലാനിങ്ങാണ്. നമ്മളൊന്നും ഇതിൻ്റെ മുന്നേ പോകുന്നതിൻ്റെ മുന്നെയോ അവിടെ എത്തിയിട്ടോ പോലും പ്ലാൻ ചെയ്തിട്ടില്ല. സ്പോട്ടിൽ എന്തൊക്കെയാണോ നമുക്ക് തോന്നുന്നത് അതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഈ ബോട്ട് എടുക്കൽ വരെ അതാണ് നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമുക്കതങ്ങനെ ചെയ്താലോ എന്നുള്ളത് തോന്നി, അങ്ങനെ ബോട്ട് എടുത്തതാണ്. അങ്ങനെ നമ്മൾ കാശിയുടെ ഓരോരോ ഘാട്ടുകളോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 84 ഘാട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല, ഒരു 5-6 മാത്രമേ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. എല്ലാ ഘാട്ടിലും ജനവാസമുണ്ട് കേട്ടോ, എല്ലാ ഘാട്ടിലും ജനവാസമുണ്ട്. പോരാത്തതിന് എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റുകൾ വന്നിരിക്കുന്നുണ്ട്, അത്രയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട് ഓരോ ഭാഗത്തും. അങ്ങനെ കാശിയുടെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ എത്തിപ്പെടുന്നത് നമ്മുടെ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് റീലിൽ ഫേമസ് ആയ ഒരു വാളുണ്ട്, ആ വാളിൻ്റെ ആ ഭാഗത്തൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് അതൊക്കെ ക്യാപ്ചർ ചെയ്ത് കണ്ടിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇറങ്ങാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ട് നമുക്ക് അവിടെ എവിടെയും അടുപ്പിക്കാനുള്ള ഒരു ഇതില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവർ തരുന്നില്ല, നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് മാക്സിമം അതിൻ്റെ അടുത്തിലൂടെ നമ്മളെ ഈ ബോട്ട് കൊണ്ടുപോകും, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്ത് മാക്സിമം എല്ലാ സ്ഥലവും, ഒരു സ്ഥലവും നമ്മൾ വിട്ടിട്ടില്ല, എല്ലാ ഘാട്ടും എല്ലാ മെയിൻ പോയിൻറ്റ്സും ഫുള്ള് നമ്മൾ നേരത്തെ കാണിച്ച ആ പള്ളിയാണത്. അപ്പോൾ ആ ഭാഗം നമ്മളെല്ലാ ഭാഗവും നല്ല രീതിക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം ഇടാതെ. അപ്പം നമ്മൾ മണികർണിക ഘാട്ടിലേക്ക് എത്തിപ്പെടുക കേട്ടോ. ഇപ്പോൾ കാണിച്ച അമ്പലമാണ് നമ്മുടെ പാർവതി ദേവിയുടെ കമ്മൽ പോയൊരമ്പലം, ഐതിഹ്യമുള്ളൊരമ്പലം. ഇതാണ് മണികർണിക ഘാട്ട്. നമ്മൾ എടുത്തെത്തി, ആ എടുത്തു കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ശവങ്ങൾ സംസ്കരിക്കുന്നു, അത് കത്തിക്കാനുള്ള വിറക് അവിടെ ബോട്ടിലും തോണിയിലൊക്കെ വന്ന് നിൽക്കുന്നു. ഇവിടെയായിരുന്നു മെയിൻ സ്പോട്ട്. നമ്മളിവിടെയാണ് നമ്മൾ അതിലൂടെ നടന്ന് വന്ന് ഇവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ അടുത്താണ് നമ്മുടെ കാശി വിശ്വനാഥ ടെമ്പിള്. അപ്പോൾ നമ്മൾ ഈ മണികർണിക ഘാട്ടിൻ്റെ ആ ഒരു ലൊക്കേഷൻ കഴിഞ്ഞ് അടുത്തത് വരുന്നത് നമ്മുടെ വിശ്വനാഥ ടെമ്പിളിൻ്റെ ഈ ഗംഗയിലേക്കുള്ള ആ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ബോട്ട് അടുപ്പിച്ച് തരില്ല. ആ അമ്പലത്തിൻ്റെ അവിടുന്ന് ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് മാത്രമേ അവിടുന്ന് ബോട്ട് കയറാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടുന്ന് പോകണവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം വെച്ചാൽ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ വരി നിന്നിട്ടാണ് വിശ്വനാഥ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ബോട്ട് നിർത്തി കൊടുക്കൂല ആരും. ഇപ്പം നമ്മൾ കാണുന്ന ഭാഗത്താണ്
നമ്മുടെ ആരതി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നിൽക്കുന്ന ആ തിരക്കാണത്. നമ്മളിതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്നലെ നടന്ന് പോകുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ നല്ല ജനവാസമുള്ള സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരു ഹോട്ടലൊക്കെയാണ്, റൂമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റക്കൊക്കെ നിന്ന് വീഡിയോക്കും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പിന്നെ ബോട്ട് ഇറങ്ങി പുറത്തൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല മസാല ചായ ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത്. നല്ല അടിപൊളി മസാല ചായ ആയിരുന്നു. നല്ല ഇഞ്ചൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചായ. ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടുത്തെ ചായ ഒന്നും പറ്റൂലെന്ന്, പക്ഷേ അത്യാവശ്യം നല്ല ചായ ആയിരുന്നു കേട്ടോ. മൂപ്പരെന്തൊക്കെയോ ഇളക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്ലാസ്സിലാണ് ചായ തരുന്നത്. 1 ടൈം യൂസ് ആണ്. നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ അവിടെ താഴെ ഒരു വേസ്റ്റ് ഉണ്ടാവും, ആ വേസ്റ്റിലേക്ക് ഇട്ടാൽ മതി. ചായ നല്ല ചായയായിരുന്നു, നല്ല അടിപൊളി നല്ല ഇഞ്ചി ചായ. രാവിലെ തന്നെ നല്ല ഇഞ്ചി ചായയും ബിസ്ക്കറ്റും കേട്ടോ. ഒരു പെട്ടിയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു, ആ ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചു. വേറെ പ്രത്യേകിച്ച് അവിടെ കടിയൊന്നുമില്ല. രാവിലെ തന്നെ നല്ല ഇഞ്ചി ചായ കൊണ്ട് തന്നെ വെറൈറ്റി ആയിരുന്നു. നല്ല ഇഞ്ചി ചായ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഇഞ്ചി കുത്തുന്നുണ്ട്. കുറച്ചൊരു കടുപ്പുണ്ട് കേട്ടോ ചായക്ക്. അപ്പോൾ ആയിരത്തിമേനൊരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് ചായ മുക്കി കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. നമ്മൾ പിന്നെ അവിടുന്ന് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ റൂമിലേക്ക് വരുന്ന വഴിക്ക് നല്ല ചനാ ഭട്ടൂര കിട്ടുമെന്ന് ആയിരത്തിമേനൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചനാ ഭട്ടൂര കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ റോഡിൻ്റെ പകുതിക്ക് ചേറൊക്കെ ഇട്ടിട്ടാണ് ഈ ചനാ ഭട്ടൂര വിൽക്കുന്നത്. ഷോപ്പൊക്കെ ഉണ്ട്, പക്ഷേ റോഡുമിലാണ് മെയിൻ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഈ ചനാ ഭട്ടൂര എന്ന് പറയുന്നത് പൂരിയാണ്. പൂരിയും കടലയുടെ ഒരു മസാല കറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടലക്കറിയും പൂരി എന്ന് പറയാം. പക്ഷെ അവരെ മസാലയിൽ അവരെ ഇതിലാണ് ആ സാധനം സെറ്റാക്കുന്നത്. റോഡ് സൈഡ് പഴയ പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ. റോഡുമിലാണ് നമുക്ക് ചേറൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തർ വന്ന് പാർസലൊക്കെ വാങ്ങി പോകുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ 2 ചനാ ഭട്ടൂരയാണ് പറഞ്ഞത്. അങ്ങനെ നല്ല കടലയുടെ മസാലകളുള്ള ചനാ ഭട്ടൂര, ആ ഒരു സാധനം. അങ്ങനെ പൂരിയും ചനാ ഭട്ടൂരയായിട്ട് അവർ നമുക്ക് സെറ്റാക്കി എടുക്കുകയാണ്. നമ്മൾ 2 സെറ്റാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സെറ്റ് പറഞ്ഞു. ഒരു സെറ്റിൽ 2 പൂരിയും ഒരു മസാലയും ഉണ്ടാകുക. അങ്ങനെ ആ ഒരു കടല കിഴങ്ങ് എന്ന് മസാല സ്മെല്ലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് നമ്മളെ നാട്ടിലുണ്ടാകുന്ന അതേ സെയിം ടേസ്റ്റ് ഫീൽ ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ ആർദ്ര കഴിക്കാന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ അവൾ നല്ല വിശന്നിരിക്കുക രാവിലെ തന്നെ. അപ്പം UP ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പം നമ്മൾ അത്യാവശ്യം ബോറാണ് വിചാരിച്ചത്, പക്ഷേ എന്നാലും ഓവർ ബോറെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളടുത്ത് കൂടെ നായ്ക്കളൊക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കഴിക്കാന്നുള്ളതിൽ അങ്ങനെ ആദ്യത്തെ കഴിക്കൽ ആർദ്ര തന്നെ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വായിൽ വെച്ചപ്പോൾ ആ മസാല അവൾക്ക് പറ്റിയില്ല. ആ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്യാവശ്യം ഒരു കുത്തുന്ന ടൈപ്പുള്ള മസാലയാണ് ആ ഒരു ഇതിൽ വരുന്നത്. പക്ഷെ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബനാറസി സാരി വാങ്ങാനാണ്. ആദിൻ്റെ അമ്മക്ക് സാരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ബനാറസി സാരി വാങ്ങാൻ പോയി. അങ്ങനെ ആദിയും ജിതയും ആർദ്രയും കൂടെ ആദിൻ്റെ അമ്മക്ക് സാരി സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ കടയിലുള്ള മൊത്തം സാധനം എടുത്തിടിപ്പിച്ചു. അങ്ങനെ സാരി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റൈറ്റ് ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ബനാറസി സാരികളുടെ ഒറിജിനൽ കളക്ഷനാണ്. അപ്പം അത്യാവശ്യം നല്ല റൈറ്റ് ഉണ്ട് സാരിക്കൊക്കെ. അങ്ങനെ എല്ലാ ഐറ്റൊന്നും സാരി എടുത്തിടിപ്പിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷോളൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മലായി ലസ്സി കഴിക്കാനാട്ടോ. അടിപൊളി. അത് UP ഒരു ഫേവറേറ്റ് സാധനം തന്നെ, ഈ മലായി ലസ്സി എന്ന് പറയുന്നത്. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് അത്രയും തിരക്കുള്ളൊരു ഷോപ്പിൽ പോയിട്ട്, ഫേമസ് ആയൊരു ഷോപ്പിൽ പോയിട്ട് വെയിറ്റ് ചെയ്ത് കഴിക്കാനുള്ള ഇതിലാട്ടോ. കാരണം വെച്ചാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ 4 ഓർഡർ ചെയ്തു. 4 ഓർഡർ ചെയ്തപ്പോഴാണ് നമ്മളെ കൊണ്ടുവന്ന റിക്ഷക്കാരനും കൂടെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ 5 ഓർഡർ ചെയ്തു. റിക്ഷക്കാരനൊന്ന് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം വരാൻ. നട്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സകല ഐറ്റങ്ങളുള്ളൊരു സാധനം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടോ, മലായി ലസ്സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമോട് നമ്മൾ ഷൂട്ടൊക്കെ ചെയ്തു, എല്ലാം സെറ്റാക്കി. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് സ്പൂൺ എത്തിട്ടോ. അങ്ങനെ 3 സ്പൂൺ തന്നു. അങ്ങനെ 3 പോരാന്ന് പറഞ്ഞ് പിന്നെയും പോയിട്ടൊരു സ്പൂൺ വാങ്ങിച്ച് അങ്ങനെ നമുക്ക് 4ാമത്തെ സ്പൂണും കിട്ടി. അങ്ങനെ സാധനം വന്നപ്പം വീഡിയോ എടുക്കുന്ന ഞാൻ മാത്രം നോക്കി നിൽക്കുക. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തർ ആർത്തിയോട് വാരി കഴിക്കാൻ തുടങ്ങി. അജാതി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ തന്നെ ലെവല്.
അങ്ങനെ സത്യം പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ മലായി ലസ്സി എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം നമ്മളെ നാട്ടിൽ കിട്ടൂല. ഇങ്ങനത്തെ നോർത്ത് പോയാൽ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെ കേട്ടത്. വേറെ ലെവലായിരുന്നു. നട്ട്സ് കാര്യങ്ങളുള്ള എന്താ പറയുക ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട ഒരു ഐറ്റം സാധനമാണ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ ഒരു മത്ത് പിടിക്കുന്ന ടൈപ്പാണ്. ഒന്നൊക്കെ കഴിക്കാനുള്ളൂ, രണ്ടെണ്ണമൊക്കെ കഴിച്ചാൽ മത്ത് പിടിച്ച് അവിടെ കിടക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി, റൂം വെക്കേറ്റ് ചെയ്തു, ലഗേജ് എടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫുഡ് നമ്മൾ അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പ്. അങ്ങനെ അവിടെ ഇരുന്ന് നല്ല രീതിക്ക് കഴിച്ചു. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് ആഗ്രയിലേക്കാണ്. അങ്ങനെ ആഗ്രയ്ക്ക് നമുക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്, വന്ദേ ഭാരത് ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ആഗ്രയ്ക്ക് ട്രെയിൻ കയറി ഏകദേശം 5-8 മണിക്കൂർ നമുക്ക് ട്രെയിനിലിരിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ടൈം ആകുമ്പോൾ ട്രെയിൻ കയറാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ട്രെയിനിൽ നമ്മൾ കയറി. അങ്ങനെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമ്മൾ വാരണാസിയിൽ നിന്നും നേരെ ആഗ്രയിലേക്കാട്ടോ. UP-യിൽ നിന്നും നേരെ നമ്മൾ പോകുന്നത് ആഗ്രയിലേക്കാണ്. ആഗ്ര എന്ന് പറയുന്നത് UP-ൻ്റെ ഒരു എൻഡ് ഭാഗമാണ്. രണ്ട് എൻഡ് ഭാഗമായിട്ട് വരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ ആഗ്രയിലേക്ക് ആ എൻഡ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് താജ്മഹലൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ നേരെ ഇവിടുന്ന് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5-8 മണിക്കൂറിൻ്റെ അടുത്ത് റണ്ണിങ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ടൈം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ UP-യുടെ ഗോതമ്പ് പാടങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു 100-300 കിലോമീറ്റർ UP-യുടെ ഗോതമ്പ് പാടങ്ങൾ മാത്രം ഈ ട്രെയിനിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ സ്പോട്ട് കാണുന്നത്. കുംഭമേള നടന്ന സ്പോട്ടാട്ടത്. ഇവിടെ വെച്ചിട്ടാണ് കുംഭമേള നടക്കുന്നത്. ഇത് നമ്മളെ ഇവിടെ നിന്നും കാശിയിൽ നിന്ന് ഏകദേശം ഒരു 100-200 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കുംഭമേള നടന്ന സ്ഥലമുള്ളത്. അങ്ങനെ നമ്മൾ ആ കുംഭമേള നടന്ന സ്ഥലവും കണ്ട് അവിടുന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിന് വന്ദേ ഭാരത് എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ അധികം സ്റ്റോപ്പൊന്നുമില്ല. വണ്ടി ഇങ്ങനെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 130-140 കിലോമീറ്റർ അവർ സ്പീഡിൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും എത്ര കിലോമീറ്ററിലാണ് വണ്ടി പോകണമെന്ന്. 130-140 കിലോമീറ്ററാണ്, 128 കിലോമീറ്ററിലൊക്കെയാണ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ട്രെയിനിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ചെറുതായിട്ട് ലൈസും ബിസ്ക്കറ്റും കേക്കൊക്കെ നമ്മൾ വാങ്ങിച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഓവർ മടുപ്പില്ലാത്തൊരു ട്രെയിൻ യാത്ര തന്നെയാണെന്ന് പറയാം. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വന്ദേ ഭാരതിൽ. എന്തായാലും കേരളത്തിൽ നിന്ന് വന്ദേ ഭാരത് കയറാൻ പറ്റിയില്ല, UP പോയിട്ട് കയറാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പകൽ രാത്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ രാത്രി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. കൂരിരുട്ടാണ് പുറത്ത്. അങ്ങനെ കാഴ്ചകളൊന്നും പുറത്തേക്ക് കാണാൻ പറ്റാതെ ട്രെയിനിൻ്റെ ഗ്ലാസ്സിൽ സ്വന്തം മുഖം മാത്രം നോക്കി അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നട്ടപ്പാതിരക്ക് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം റൂമിലേക്കുള്ള പോക്കാണ്. അങ്ങനെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലഗേജ് വലിച്ചുകൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. അത്യാവശ്യം കുറച്ച് നേരം ലഗേജ് എടുത്ത് പോകാനുണ്ട്. കാരണം വെച്ചാൽ ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ കുറച്ചധികം ഈ ലഗേജും കൊണ്ട് നടക്കാനുണ്ട്. പിന്നെ ആദിത്യമേന ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനെ പറ്റിയും പേടിക്കാനില്ല. നമ്മൾ വന്ന് നിൽക്കുന്നിടത്ത് വണ്ടി വന്ന് നിൽക്കും. അതാണ് ആദിത്യമേനോൻ്റെ കഴിവെന്ന് പറയുന്നത്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് അടിച്ചതിൽ നമുക്കൊരു ലാഗും തോന്നിയിട്ടില്ല. എവിടെ വന്ന് നിന്നാലും നമുക്ക് പോകാനുള്ള വണ്ടി ഉണ്ടാവും. അങ്ങനെ ആദിത്യമേനോൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഊബർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഊബറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആ ഊബർ ഇപ്പോൾ എത്തും. അങ്ങനെ ആ ഊബർ വന്നിട്ട് നമ്മളതിൽ കയറിപ്പോയി നമ്മളെ റൂമിലേക്കാണ് നേരെ പോകുന്നത്. റൂം നമ്മൾ എടുത്തത് ഏകദേശം താജ്മഹലിൻ്റെ അടുത്താണ്. അങ്ങനെ റൂമിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അതിന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പം അവിടെ പോയിട്ട് ഫുഡ് വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ നമ്മളെ വണ്ടി ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മളെ വണ്ടി എത്തിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമ്മളെ വണ്ടി എത്തി. നമ്മൾ നേരെ റൂമിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലാൻ ചെയ്തു നാളെ എത്ര മണിക്ക് താജ്മഹൽ കാണാൻ പോകണം.
അതിന് എത്ര മണിക്ക് എണീക്കണം, സെറ്റ് ആവണം, ഇവിടുന്ന് എത്ര ടൈം എടുക്കും. ആകെ നമ്മൾ റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഓട്ടോ ഉള്ളൂ താജ്മഹലിലേക്ക്. അങ്ങനെ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്ത് നേരെ റൂമിലെത്തി. അങ്ങനെ നമ്മൾ വേഗം അവിടെ എത്തി റെസ്റ്റ് എടുത്തു. കിടന്നുറങ്ങാനുള്ള പ്ലാനാണ്. കാരണം വെച്ചാൽ നമുക്ക് നേരെ രാവിലെ എണീറ്റ് താജ്മഹൽ പോകാനാണ്. അപ്പം ഇതിൻ്റെ 3ാമത്തെ പാർട്ട് നമുക്ക് താജ്മഹലാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.